Glimpses of Emirates എന്നുള്ള ഈ ചാപ്റ്റർ ഞാൻ മൊത്തമായിട്ട് വെറും 15 മിനിറ്റ്സിനുള്ളിൽ ഞാൻ പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻസ് വന്നാലും ആൻസർ ചെയ്യാൻ പറ്റും, മനസ്സിലാവും, ആൻഡ് എക്സാമിന് എങ്ങനെയാണെങ്കിലും നിങ്ങൾ ഫുൾ മാർക്ക് മേടിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, പിന്നെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഗ്ലിംപ്സസ് ഓഫ് എമിറേറ്റ്സ്. ഓക്കെ, അപ്പം ഗ്ലിംപ്സസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കാഴ്ചകൾ കണ്ടു. എന്താണ് എമിറേറ്റ്സിൻ്റെ? എമിറേറ്റ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ദുബായ് എന്നൊക്കെ പറയുന്ന സ്ഥലം, അത് മൊത്തം. ഓക്കെ, അപ്പോൾ നമുക്ക് സമ്മറി ഒന്ന് ഒറ്റൊരു സെക്കൻഡ് നോക്കാം, എന്താണ് ഈ ചാപ്റ്റർ മനസ്സിലാക്കാം, എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് വേഗം പഠിക്കാം. ദ റൈറ്റർ വിസിറ്റ്സ് ദ UAE എന്ന് പറയുമ്പോൾ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്. ഓക്കെ, ഫോർ ഓൺലി 2 days, 2 ദിവസത്തേക്ക് UAE പോയി. ഹി എൻജോയ്സ് ഇറ്റ്സ് ക്വയറ്റ് ബീച്ചസ്. ക്വയറ്റ് എന്ന് പറയുമ്പോൾ സൗണ്ട് ഇല്ലാത്ത, ഓക്കെ, നിശബ്ദമായ ബീച്ചസ്, ഹ്യൂജ് ഡെസേർട്ട്, മരുഭൂമി, വലിയ മരുഭൂമി, ആൻഡ് ബ്യൂട്ടിഫുൾ വ്യൂസ്, നല്ല കാഴ്ചകൾ. ഓക്കെ, ഹി സീസ് ദ നൂർ അബുദാബി സോളാർ പ്ലാന്റ്, ബുർജ് ഖലീഫ, ദുബായ് ക്രീക്ക് ആൻഡ് മെട്രോ. ഇതൊക്കെയാണ് കണ്ട ഹൈലൈറ്റ്സ്. ഹി എസ്പെഷ്യലി ലവ്സ് ദ ലൂവ്രെ എന്നാണെങ്കിലും ലൂവ് എന്നാ പറയുക, ലൂവ് അബുദാബി മ്യൂസിയം, ആൻഡ് വിഷസ് ടു റിട്ടേൺ. അവിടെ പോകണം. ഇതാണ് നമ്മുടെ കാഴ്ചകൾ കാണുന്ന നമ്മുടെ റൈറ്റർ. ഇതാണ് കഥ. ഓക്കെ, ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും ടെക്സ്റ്റ് ബുക്ക് ക്വസ്റ്റൻസ് എല്ലാം വേണം നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ. ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 2000 റുപ്പീസാണ് നിങ്ങൾക്ക് ഫീ വരുന്നത്. ഫീ കുറച്ചാണ്. അപ്പോൾ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ 2 നമ്പേഴ്സ് ഏതെങ്കിലും കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ ക്ലാസ്സസ്, എല്ലാ കാര്യങ്ങളും കിട്ടും, എല്ലാ സബ്ജക്ട്സിൻ്റെയും. ജോയിൻ ചെയ്യണമെങ്കിൽ വേഗം തന്നെ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ ഒന്ന് വേഗം വായിച്ചു പോവാം. മക്കളിത് ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല, സമ്മറിയാണ്. അപ്പോൾ ഞാൻ വേഗം വായിച്ചു പോവാം. അപ്പം ഇത് ആക്ച്വലി 3 പാരഗ്രാഫ് 4 പാരഗ്രാഫുള്ള, അതുകൊണ്ടാണ് ഞാൻ സമ്മറി തരാതെ ചാപ്റ്ററിനെ വായിച്ചു പോകുന്നത്. ഓക്കെ, വേർഡ് മീനിങ്സ് ഒക്കെ ഈ പേജിലുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് പറഞ്ഞു പോവാം. വാട്ട് വുഡ് അവൈറ്റ് an accidental tourist in UAE? ഓക്കെ, ആക്സിഡൻ്റൽ ടൂറിസ്റ്റ് എന്ന് പറയുമ്പോൾ അറിയാതെ അവിടെ എത്തിപ്പറ്റിയത്. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് നോക്കാം. I wondered as I came out of the airport into the open air. എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പം അറിയാതെ വന്ന് എനിക്ക് എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. Yes, I was an accidental tourist. ഞാൻ അറിയാതെ പ്ലാൻ ചെയ്ത് വന്നതല്ല, അതാ ഉദ്ദേശിക്കുന്നത്. I had been to Oman to stay with my niece. ഓക്കെ, എൻ്റെ ചേട്ടൻ്റെയോ ചേച്ചീൻ്റെയോ മോൾ, അതാണ് നീസ്. ഓക്കെ, I had squeezed in 2 days on my way back home, but 2 days were enough to give me an eyeful and plenty of food for thought. ശ്രദ്ധിക്കുക, 2 ദിവസം ഒമാനിന് തിരിച്ചു വരുന്ന വഴിക്ക് 2 ദിവസം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ദുബായ് UAE ഒന്ന് കറങ്ങാൻ വന്നതാണ്. ഓക്കെ, ബട്ട് 2 days were enough to give me an eyeful. ഐഫുൾ എന്ന് പറഞ്ഞാൽ കാഴ്ച, കണ്ണൊക്കെ നിറഞ്ഞ്, അങ്ങനെ കണ്ണ് നിറഞ്ഞ് കരച്ചിൽ വരെയല്ല, കണ്ണിന് നല്ല കാഴ്ചകൾ കൊടുക്കാനും. ദ പ്ലെൻറ്റി ഓഫ് ഫുഡ് ഫോർ തോട്ട്. എന്താ ഈ ഫുഡ് ഫോർ തോട്ട്? ആലോചിക്കാൻ വേണ്ടി ഭക്ഷണമോ അല്ല. നമുക്ക് ഇരുന്ന് നമുക്ക് നല്ലൊരു ഡീപ്പ് തോട്ട് വരാൻ വേണ്ടി. അപ്പോൾ ഇവിടെ നോക്കിയാൽ ഫുഡ് ഫോർ തോട്ട് സംതിങ് ദാറ്റ് മേക്സ് us തിങ്ക് ഡീപ്ലി. നമ്മളിങ്ങനെ ഒരു നല്ലൊരു ഡീപ്പായിട്ട് ഒരു ലോകത്തേക്ക് അയക്കുന്ന പോലെ ആലോചിക്കുക, ഒരു നല്ല. അപ്പം ദുബായ് വന്ന് 2 ദിവസം ചിലവാക്കിയപ്പോൾ തന്നെ നല്ല വ്യൂസ് നമ്മൾ ഉള്ളിലങ്ങ് ഫുൾഫിൽ ചെയ്യുന്നൊക്കെ പോലെ. ഓക്കെ, ദ ഡെൻസ് ക്ലൗഡ്സ് ഹവറിങ് ഓവർ അബൌട്ട് ദ വിങ്സ് ഓഫ് ദി എയർക്രാഫ്റ്റ് ഹാഡ് ഓൾറെഡി ഗിവൺ മീ ആൻ ഐഫുൾ. ഓക്കെ, പറക്കുമ്പം വിങ്സിൻ്റെ മേലെ കുറേ ക്ലൗഡ്സ് ഉണ്ടായിരുന്നു, അത് നല്ല രസമായിരുന്നു. ആൻഡ് ദ ഡെസേർട്ട്, മരുഭൂമി, വിച്ച് സീം ടു സ്ട്രെച്ച് എൻലെസ്ലി വാസ് എ സ്പെക്ടക്കിൾ. ഇങ്ങനെ തീരാത്ത ഡെസേർട്ട് ഉണ്ടായിരുന്നു. The long drive in my friend Ashokan's car from Ras Al Khaimah, കേട്ടിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ? ഏതാണെന്ന് ഗസ് ചെയ്യുക. ഓക്കെ, കമൻറ്റ് ചെയ്യാം. Ras Al Khaimah to Abu Dhabi was memorable experience. We never got tired of stopping and venturing out into the beach. ബീച്ചിൽ പോയപ്പോൾ ഞങ്ങൾ മടുത്തിട്ടൊന്നുമില്ല. The sea had the same serene appearance everywhere. The word means ആണ് നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്. serene എന്ന് പറയുമ്പോൾ calm. ഓക്കെ, നിശബ്ദമായ, ശാന്തമായ, സമാധാനമായ എന്താണ് അപ്പിയറൻസ് ഉണ്ടായിരുന്നു എല്ലായിടത്തും. One feels a kind of heavenly bliss at these quiet beaches. ഈ നിശബ്ദമായ ബീച്ചിൽ വരുമ്പോൾ ഒരു heavenly bliss. heaven എന്ന് പറയുമ്പോൾ സ്വർഗം, heavenly bliss എന്ന് പറയുമ്പോൾ വെരി ഗ്രേറ്റ് ഹാപ്പിനെസ് ആൻഡ് പീസ്. ഓക്കെ, സ്വർഗീയ ആനന്ദം, ഒരു ഹെവൻലി ഫീൽ ആണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് വേണമെങ്കിൽ മക്കളെ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിക്കാം. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യാം. ഓക്കെ, അറ്റ് സ്വൈഹാൻ. ഓക്കെ, ഞാൻ വായിക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും. ഓക്കെ, അറ്റ് സ്വൈഹാൻ ഇൻ അബുദാബി ഐ കോട്ട് സൈറ്റ് ഓഫ് സംതിങ് അൺഎക്സ്പെക്റ്റഡ്. ഇറ്റ് വാസ് എൻ എൻട്രൻസ് ടു ദ നൂർ അബുദാബി സോളാർ പവർ പ്ലാന്റ്. ഒരു സോളാർ പവർ പ്ലാന്റ് എൻട്രൻസ് എത്തി. ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് സിംഗിൾ സോളാർ പ്ലാന്റ് ഇൻ ദ വേൾഡ്. ഏറ്റവും വലിയ സിംഗിൾ പവർ പ്ലാന്റ്. കുറേ പവർ പ്ലാന്റ് അവിടെ ഇവിടെ ആയിട്ടില്ല, ഒറ്റ പവർ പ്ലാന്റ് ഏറ്റവും വലിയതാണ് ഇതാണ്. ഓക്കെ, പ്രൊഡ്യൂസിങ് സ്റ്റുപ്പൻഡസ് 1.2 GW. GW എന്ന് പറയുമ്പോൾ ഗിഗാവാട്ട് ഓഫ് പവർ. ഓഫ് കോഴ്സ് ഭയങ്കര ഇലക്ട്രിസിറ്റി ആട്ടോ, ഭയങ്കര. ഓക്കെ, ഏറ്റവും വലുതാണല്ലോ. അപ്പം ഓഫ് കോഴ്സ് ദ ടൂറിസ്റ്റ് ആർ നോട്ട് അലൗഡ് ഇൻസൈഡ്. ബാക്കിയുള്ളവർക്ക് കയറാൻ പറ്റില്ല, സാധാരണ ടൂറിസ്റ്റുകാർക്ക്. ഐ ഹാഡ് ടു സാറ്റിസ്ഫൈ മൈസെൽഫ് വിത്ത് ദ മാഗ്നിഫിസൻറ്റ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് ദ പവർ പ്ലാന്റ് ഓൺ ദ നെറ്റ്. ഇൻ്റർനെറ്റിൽ നിന്ന് കിട്ടുന്ന ഫോട്ടോഗ്രാഫൊക്കെ വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു, കാണാൻ പറ്റിയില്ലെങ്കിലും. ദ പ്ലാന്റ് ഹാഡ് എൻ അമേസിംഗ് 3.2 million സോളാർ പാനൽസ്. നമ്മുടെ വീട്ടിലൊക്കെ 4 പാനൽ 5 പാനൽ വെക്കുന്നു പറയില്ലേ, ഇത് 32 ലക്ഷം
പാനൽസ് ഉണ്ടായിരുന്നു. ഐ വിഷ് ടൂറിസ്റ്റ് വർ ഗിവൺ എൻ ഏരിയൽ വ്യൂ ഓഫ് ദ പ്ലാൻ. നമുക്ക് ടൂറിസ്റ്റിനൊക്കെ ഒന്ന് ആകാശത്തെങ്കിലും എന്തെങ്കിലും കാണിക്കുന്നതിന് സംവിധാനം ഉണ്ടായിരുന്നു എന്ന് പ്രതീക്ഷിച്ചു. I was able to view the imposing Burj Khalifa, the tallest building in the world. ഭയങ്കര ഒരു വ്യൂ കിട്ടി. Climbing it all the way would take you to the top of the world. വേൾഡ് ഏറ്റവും ടോപ്പ് പോയിന്റിലെത്തും മേലെ കയറിയാൽ. Of course, I could not do it. Okay. അപ്പോൾ എനിക്ക് ഏറ്റവും മേലെ കയറാൻ പറ്റൂല. ഓക്കെ. A boat ride at Bur Dubai. Okay. Late in the evening was a fascinating experience. അപ്പോൾ ബുർ ദുബൈയിലെ ബോട്ടിംഗ് ഭയങ്കര അടിപൊളിയായിരുന്നു. The dazzling lights and the reflections on the creek give you a feeling of being out of this. ഭയങ്കര ബ്യൂട്ടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഭയങ്കര രസമാണെന്ന് പറയാം. It was only matched by a ride on the metro from Al Nada to stadium. Al Nada സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് മാച്ചാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ബോട്ടിംഗ് എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നത്. ഓക്കെ, എല്ലാം അടിപൊളിയാണ് ബേസിക്കലി. വാച്ചിങ് ദ ലാൻഡ്സ്കേപ്പ് ഫ്രം എ ട്രെയിൻ ഇസ് ഓൾവേസ് എൻ്റർടൈനിങ്. ട്രെയിനിൽ നിന്ന് കാണുമ്പോഴുള്ള വ്യൂ ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നത്. ബട്ട് ഹിയർ വാസ് എ ലാൻഡ്സ്കേപ്പ് ടോട്ടലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹഡ് സീൻ ബിഫോർ. ഇന്നേ വരെ കണ്ട ഒരു എക്സ്പീരിയൻസിൽ വേറെ തന്നെ ഒരു വ്യൂ ആണ് കിട്ടുന്നതെന്ന് പറയുന്നു. ഓക്കെ, വേർഡ് മീനിങ്സ്, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ലാസ്റ്റ് ഭാഗത്തി ബട്ട് നത്തിങ് മാച്ച് ദ ലൂവ് അബുദാബി മ്യൂസിയം. ലൂവ് മ്യൂസിയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ്. പാരീസിലുണ്ട്, അബുദാബിയിലുണ്ട്. അപ്പം ലൂവർ എന്നല്ല, ലൂവ് എന്ന് പറയും. ഓക്കെ, ലൂവ് അബുദാബി മ്യൂസിയം. എ മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്. എന്താണ്? നമുക്ക് മാർവൽ കോമിക് അറിയും. എന്താ ശരിക്കും മാർവലിൻ്റെ മീനിങ്? സംതിങ് ദാറ്റ് കോസസ് ഗ്രേറ്റ് വണ്ടർ. അതിഭീകരം എന്നൊക്കെ പറയുന്ന പോലെ. ഓക്കെ ഓക്കെ റെഡി. അപ്പം എന്താണ് മാർവൽ? ഭയങ്കര മാർവൽ ബൈ എനി സ്റ്റാൻഡേർഡ്സ്. എത്ര സ്റ്റാൻഡേർഡ് നോക്കിയാലും ഇത് അതുക്കും മേലെയാന്ന് പറഞ്ഞാൽ. ഓക്കെ, ഇറ്റ് ഹൗസസ് സം ഓഫ് ദ വേൾഡ്സ് മോസ്റ്റ് ഫാസിനേറ്റഡ് ആർക്കിയോളജിക്കൽ റിമെയിൻസ്. ഓക്കെ, പെയിൻറ്റിങ്സ്, സ്കൾപ്ചേഴ്സ് ആൻഡ് അതർ ആർട്ടിഫാക്ട്സ്. ഒരു മ്യൂസിയം ഇതിലുണ്ടാകുന്ന എല്ലാ കാര്യങ്ങളുണ്ട്. ഇറ്റ് ക്യാരീസ് ദ നെയിം ഓഫ് ദ ഫേമസ് ലൂവ് മ്യൂസിയം ഇൻ ഫ്രാൻസ്. ഞാൻ പറഞ്ഞില്ലേ എന്താണ് നമ്മുടെ പാരീസിലുണ്ടായിരുന്നത്. ഓക്കെ, ഓൺ എൻ അഗ്രിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ ഫ്രാൻസിൻ്റെ സെയിം പേരാണ് ഒരു അഗ്രിമെൻറ്റിൽ ഇവിടെയും കിട്ടിയിരിക്കുന്നത്. It is also rented more than 300 pieces from the Louvre for display. Okay, 300-നെക്കാളും കൂടുതൽ പീസസ് ഡിസ്പ്ലേനെ റെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഐ തോട്ട് ഇറ്റ് ടെറിബ്ലി അൺലക്കി ഓഫ് മീ ടു ഹാവ് സ്പെൻഡ് ഓൺലി ഹാഫ് എ ഡേ ഇൻ ദ മ്യൂസിയം. പകുതി ദിവസം മാത്രം കിട്ടിയതിൻ്റെ ഒരു സങ്കടമാണ്. പകുതി ദിവസത്തിനെക്കാളും കൂടുതൽ വേണമായിരുന്നു എന്നാണ് പറയുന്നത്. ഐ വുഡ് ഹാവ് ലവ് ടു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് എ വീക്ക്. ഒരാഴ്ചയെങ്കിലും ആ ലൂവ് മ്യൂസിയത്തിൽ ചിലവാക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൺ ബോർഡിംഗ് ദ ഫ്ലൈറ്റ് ടു കാലിക്കറ്റ്. തിരിച്ച് കോഴിക്കോടിലേക്കാണ്, കാലിക്കറ്റിലേക്കാണ്. ഐ വിഷ് ഐ ഹാഡ് മോർ ടൈം ഫോർ എ വിസിറ്റ് ലൈക്ക് ദിസ്. അറ്റ്ലീസ്റ്റ് 2 weeks, 2 ആഴ്ച എങ്കിലും മിനിമം. അനദർ ടൈം ഐ മൈറ്റ് ഗെറ്റ് എ ചാൻസ് അഗെയിൻ. യു നെവർ നോ. ചിലപ്പോൾ അടുത്ത പ്രാവശ്യം ചാൻസ് കിട്ടിയേക്കാം, ആർക്കറിയാം എന്നാണ് പറയുന്നത്. അതോടെ നമ്മുടെ ചാപ്റ്റർ എൻഡ് ചെയ്യുന്നു. ഓക്കെ, ബേസിക്കലി എന്തൊരു ട്രാവലോഗ് പോലെ, ട്രാവൽ റിപ്പോർട്ടിലെ ട്രാവൽ ഡോക്യുമെൻ്ററി പോലെയാണ്. ദുബായി പോയി 2 ദിവസം പ്ലാൻഡ് അല്ലായിരുന്നു, ഭയങ്കര അടിപൊളിയായിരുന്നു. ബോട്ടിംഗ് പോയി, നമ്മുടെ സോളാർ പവർ പ്ലാന്റ് പോയി, റോഡ് ട്രിപ്പ് പോയി, പിന്നെന്തൊക്കെയാണ് ചെയ്ത റോഡ് ട്രിപ്പ്, ബീച്ചസ് പോയി, ബുർജ് ഖലീഫ കണ്ടു. പിന്നെ അവസാനം നമ്മുടെ ലൂവാണ് നമ്മുടെ മെയിൻ ലൂവ് മ്യൂസിയം. ഓക്കെ, അപ്പം ബാച്ചിൽ ജോയിൻ ചെയ്തതിൻ്റെ ഡീറ്റെയിൽ ക്ലാസ്സും കിട്ടും, ഡീറ്റെയിൽ സംഭവങ്ങൾ കിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. 15 മിനിറ്റ് പറഞ്ഞിട്ട് 10 മിനിറ്റിനുള്ളിൽ ഞാൻ ചാപ്റ്റർ തീർത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഗ്ലിംപ്സസ് ഓഫ് എമിറേറ്റ്സ് കഴിഞ്ഞു. ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് കമൻറ്റ് ചെയ്യുക. ബൈ ബൈ, ടേക്ക് കെയർ മക്കളെ.